ഇപ്പൊ രാധയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കി വലിയ സന്തോഷായനല്ലേ? ആയിരിക്കും. അമ്മയില്ലാത്തോണ്ട് രാധയ്ക്ക് വിഷമമുണ്ടാ? ഇല്ല. 28 തികയണതിന് മുൻപ് അമ്മ മരിച്ചുപോയ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിലെ സിസ്റ്റർമാർക്ക് എന്നോട് വലിയ സഹതാപാ. അമ്മയില്ലെന്ന് വെച്ച് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നണില്ല. തോന്നണില്ലേ? അമ്മ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് അച്ഛനുണ്ടല്ലോ, പിന്നെ ചേച്ചിയുണ്ട്, പിന്നെന്താ. ഈ ചേച്ചിയോട് രാധയ്ക്ക് ശരിക്കും ഇഷ്ടമുണ്ടാ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും വിചാരിച്ചോണ്ട് ചോദിച്ചല്ല എന്റെ പൊന്നെ. എനിക്കറിയാം എന്റെ ചേച്ചി, എന്റെ അടുത്ത് എന്തിനാ ഈ കളി? എന്റെ അച്ഛനൊരു പാവാ. എന്താണ് രണ്ടാളും കൂടെ കുണുകുണാന്ന് വർത്താനം തുടങ്ങിയിട്ട് ഇമ്മിനി നേരം ആയല്ല. ചെന്നാ പാത്രമൊക്കെ ഒന്ന് കഴിയുമോറി വെക്കണ്ട ചന്ദ്രി. ചാച്ചി പിന്നെ എന്തെടുക്കായിരുന്നു അവിടെ? ഞാനവിടെ കാലുമേ കാലും കയറ്റിയിരുന്ന് കാറ്റുള്ളായിരുന്നു. ഇടീ ചോറും കൂട്ടാനും ഒക്കെ നീ കാലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന? ഇക്കണ്ട നാട് മുഴുവൻ മീൻകൊട്ട ചുമന്ന് വെച്ച് വന്നതാണ് ഞാൻ. തൊള്ളി വെള്ളം പോലും അടുക്കളയിൽ ഉണ്ടായിരുന്ന? ചേട്ടന്റെ പൊന്നു പെങ്ങളല്ലേ, പണിയെടുത്താ വളയൂരി പോവുകയായിരിക്കും. രാമായണം മുഴുവൻ പറയണ്ട, പാത്രം മോറി വെക്കണമെങ്കിൽ അതങ്ങാട്ട് പറഞ്ഞാ മതി. ഓ, പറഞ്ഞാ നീ ഇമ്മിണി കേക്കും. സ്വന്തം കുടുംബത്ത് പണിയെടുക്കാനേ അവക്ക് മടിയുള്ളു. മറ്റേലിടങ്ങളിലൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താണ് നിർത്തിക്കളഞ്ഞത് മുഴുവനങ്ങാട്ട് പറ. എന്നാട് യുദ്ധത്തിന് നിൽക്കാണ്ട് നീ നിന്റെ പണി നോക്കടി. ഞാനിവിടെ പലതും പറയും, നീ എന്തിനാണ് അത് ഏറ്റുപിടിക്കണത്? അപ്പം മകള് പള്ളിക്കൂടം ജയിച്ചു, ഇനി കോളേജിൽ ചേരുവാ? ചേരും. അച്ചു കുരുത്തുള്ളവനാണ്. ഇവിടെ ഒരു സന്തതിയോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ്, മകനെ നീ പഠിക്ക്. ആര് കേക്കാൻ? അവന് കടല് തന്നെ ചരണം. 6ാം ക്ലാസ് വരെ എത്തിച്ചു തന്നെ ബാക്കി. അതുകൊണ്ട് സിനിമാ നോട്ടീസ് വായിച്ചു പഠിക്കാം. രഘു എന്താ വരാൻ വൈകണേ? സിനിമ മാറിയിട്ടുണ്ടാകും. മാറണ സിനിമ കണ്ടില്ലെങ്കിൽ ചത്തുപോയാലാ. കാണട്ട്. വരണുണ്ട്. കുടിച്ചു കൊതുകുത്തിയുള്ള വരവാണെന്ന് തോന്നണ്. നല്ല ചേലായിരിക്കണല്ല. മച്ചനന്മാര് മൂക്കറ്റം വീശിട്ടുണ്ടല്ല. നമ്മുടെ മകളെന്ന് പരീക്ഷ ജയിച്ച ദിവസാണ്. അപ്പൊ സന്തോഷിക്കണ വേണ്ട? വേണം. എന്നാണ് സന്തോഷിക്കാത്തത്? പാസായാ സന്തോഷം, നല്ല മീൻ കിട്ടിയാ സന്തോഷം, മീൻ കിട്ടിയില്ലെങ്കിൽ സന്തോഷം, കടലിൽ പോയാ സന്തോഷം, പോയില്ലെങ്കിൽ സന്തോഷം, സൂര്യൻ ഉദിച്ചാ സന്തോഷം, ഉദിച്ചില്ലെങ്കിൽ സന്തോഷം. പറഞ്ഞു കൊടുക്കട്ടെ ഭാർഗവി. പുണ്യാളച്ചൻ വലിച്ചു കയറ്റിയിരിക്കുന്നത് കള്ളും ചാരായോ ഒന്നുമല്ല, പാലും വെള്ളയായിരിക്കും. നിത്യം ഞാൻ കുടിച്ച് കണ്ടിട്ടുണ്ടാ? ഇത് വല്ലപ്പോഴേ ഉള്ളു. റേയറ് മനസ്സിലായ? ഇല്ല, ഇംഗ്ലീഷാണ്. എന്റെ മകള് പി എ രാധാമണി പഠിപ്പിച്ചു തന്നതാണ്. എടി മുത്തേ, 3-4 ഇംഗ്ലീഷ് അങ്ങാട് കാച്ചിക്കൊടറി. കൊച്ചമ്മ കേക്കട്ടെ. പറ മകളെ. കൊച്ചമ്മയും കൊച്ചനും കേക്കട്ടാ. എനിക്ക് വയ്യ, നമുക്ക് പോകാച്ചാ. നേരെ എന്തായിന്നറിയോ? ഓക്കെ. അപ്പൊ ഞങ്ങ പോണാണ്. അതെന്താണപ്പ ഈ ഗുഷ്ണേ? അവന് വെള്ളമാണടി. എടാ ചോറ് തിന്നേച്ചപ്പോ അവിടെ വല്ലതും വെച്ചിട്ടുണ്ടാ? ഉള്ളത് കഴിക്കും. ഉച്ചത്തെ ചോറും കൂട്ടാനും ഇരിക്കുന്നുണ്ട്. ചോറിച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാ മതി. ഓക്കെ. അതെ, എന്നാ കണ്ടാണ്ടാണ് നിങ്ങ ഈ കുഞ്ഞിപ്പങ്ങളെ എങ്ങനെ വിട്ടേക്കണത്? ഇപ്പൊ എന്താ ഉണ്ടായേ? ഉണ്ടാകാണ്ടിരുന്നാ മതി. വല്ല പേരുദോഷം കേൾപ്പിച്ചാ പിന്നെ ജീവിക്കണം. കേപ്പിച്ചാ പിടിച്ചങ്ങാട്ട് കൊടുക്കും. എന്നാ കേൾപ്പിക്കാണ്ട് പിടിച്ചങ്ങാ കൊടുത്തൂടെ? നടക്കൂടി, ഒക്കെ നടക്കും. അടുത്ത ചാകര കിട്ടട്ടെ.
രാഘവൻ എന്തിയടി? ആ എന്നാടാണോ ചോദിക്കണത്? അച്ഛനെ കണ്ടല്ലേ പഠിത്തം. മുത്തേ, എന്താ അച്ഛാ? മകൾ ഉറങ്ങിയ? അച്ഛൻ ഉറക്കം മന്നില്ല. കണ്ണടച്ച് കിടന്നാ മതി. കണ്ണടച്ച ഒരേ കാഴ്ചകളാണ്. പെറ്റ് കണ്ണ് തുറക്കണതിന് മുമ്പ് നിന്നെ എന്റെ കയ്യിലാട്ട് തന്നതാണ്. അതൊക്കെ കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. മകക്കറിയാവാ, അമ്മ ചോര പോയാണ് ചത്തത്. മുണ്ടും പായും ഒക്കെ ചോര. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയണേ? എല്ലാം എനിക്ക് അറിഞ്ഞൂടെ? എന്നാലും ഒരു കാര്യം അച്ഛൻ പറയുകയാണ്. അന്ന് ആശുപത്രി പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവര് വന്നില്ല. 4 നാഴിക നടന്നു വരാൻ പറ്റുകയില്ലെന്ന്. വന്നാർന്നെങ്കി എന്റെ മകക്കടമ്മ പോകലാർന്നു. കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മളെന്ത് ചെയ്യാനാണ്? അന്നു മുതല് അച്ഛനൊരു ആശയുണ്ട്. എന്റെ മകളെ ഡോക്ടറാക്കണമെന്ന്. കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ. അച്ഛന്റെ ആശ നടത്തി തരുവാ. നടക്കും. മുത്തേ, അച്ഛൻ ആ പാട്ടൊന്ന് കേക്കണമല്ല. മകള് സ്കൂളിൽ പാടണ പാട്ടേ. ഇപ്പോഴോ? ആ, അച്ഛൻ ഒരു പൂതി മകളെ. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി കളിരിടുന്ന വർണ്ണമേകിയും കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമേ ആ, അപ്പൊ നീ ഇന്ന് ഞങ്ങാക്കട കൂടെ വഞ്ചി പോരണില്ലടാ? ഞാനില്ല. ഞാൻ എന്റെ ചെറുമഞ്ചി പോണേ. നിനക്കിത് എന്നാത്തിന്റെ കേടാന്ന്? കടലായ കടലൊക്കെ ഒറ്റയ്ക്ക് വഞ്ചി പോവേണ്ട വല്ല കാര്യം ഉണ്ടാന്ന്? ഒരു കൊമ്പനെ കിട്ടിയിട്ടേ ഉമ്മണി നാളായി. അയലേം ചാളയും പെയ്യുമ്പോഴാ കൊമ്പൻ വരാന്ത് തന്നെ. ആ ഭ്രാന്ത് തന്നെ. 10-18 പേര് കൂടെ എന്നും മഞ്ചി പോയാലേ നെയ്യനങ്ങാണ്ടിരുന്ന് പിത്തം പിടിക്കും. പിന്നെ ചക്കരം മാത്രം പോരല്ല, ഇടക്കൊക്കെ ഒരു രസവും വേണ്ടേടാ. ഒറ്റക്കൊരു മഞ്ചിയില് കടലിന്റെ ഉള്ളിലാട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ല. അന്നാ ഒന്ന് പോയി നോക്ക്. നമ്മളും കടലും മാനവും മാത്രം. എന്ത് സുഖമാണെന്നറിയാം. വലിയ സുഖമാണ്. ഒന്നും ഉണ്ടാനും പറയാനും പോലും ഒരാളില്ലാണ്ട്. ആര് പറഞ്ഞു? കാറ്റിനോടുമുണ്ട, കടലിനോടുമുണ്ട. കടലമ്മേനോട് മുഖത്താട് മുഖം നോക്കി തമാശ പറയാ. അച്ഛൻ വരാൻ വഴിയാലേ കൊച്ചച്ഛന്റെ കുടിയിൽ പോയിരുന്നു. അല്ലെങ്കിൽ ഇച്ചേച്ചീനെയും കൂട്ടി നമ്മടെ കുടിയിൽ പോയിരുന്നു കേട്ടാ. ഒന്ന് തള്ളടായേ. ആ വരുന്നടാ. ആ പിടിച്ചോ.
അയ്യോ, നേരത്തെ ഇവിടെ കിടക്കണം ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ആ തേവി കുഞ്ഞിന്റെ മൂത്ത മോനാന്ന്. നിനക്കങ്ങനെ പലതും തോന്നും. പരീക്ഷ പാസ്സായതല്ലേ? വഞ്ചി പോണ ആൾ ഇവിടെ വന്നിങ്ങനെ കിടക്കുമെന്ന് ആരെങ്കിലും കരുതുവോ? അപ്പൊ ഇന്ന് വഞ്ചി പോയില്ലേ? കണ്ണിലെന്താണ് മത്ത കുത്തിയിട്ടുണ്ടാ? വഞ്ചി പോയപ്പോ ഇവിടെ കാണുക. ഇന്നത്തെ കണി ശരിയായിട്ടില്ല, അതാണ് ഇത്ര ഗമ. ആ ശരിയാണ്, കണി നിന്റെ അച്ഛനാണ്. കടപ്പുറത്തെ രാജാവല്ലേ നിന്റെ അച്ഛൻ? രാജാവിന്റെ മകള് രാജകുമാരി. മുഖം കാണിക്കാൻ ഇവിടെ ദൂരത്ത് വന്നിരുന്നതാണ് അടിയൻ. എന്തിനാ രഘു ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ രാജകുമാരിയാണെങ്കി രഘു രാജകുമാരനല്ലേ? ഓ, ഞാനാര്? മരക്കാ ചെക്കൻ. പഠിപ്പുണ്ടാ, വിവരമുണ്ടാ? ഇന്നലെ എന്തായിരുന്നു പുകല്? അച്ഛനും മകളും കൂടി കടാപ്പുറം 4 കടാപ്പുറമാക്കിയില്ല. നമ്മളവിടെ സൈഡിൽ നിൽക്കണുണ്ടായിരുന്നു. ആര് കാണാൻ? ഞാൻ കണ്ടു. രഘു ഒന്ന് ചിരിക്കും കൂടി ചെയ്തില്ല. പൂച്ചക്കെന്ത് പൊന്നൊരുക്കിനർത്ത കാര്യം? രഘു എന്നെ കരയിപ്പിക്കും, എനിക്കറിയാം. ഇന്നലെ രഘുവിനെ കാണാൻ ഞാൻ എവിടെയൊക്കെ നടന്നു എന്നറിയോ? രഘു സിനിമയും കണ്ട് നടക്കല്ലായിരുന്നു. സിനിമയ്ക്കാ? ആര് പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് പോയിന്ന്? ഞാൻ അറിഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു. എന്നാ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? പിന്നെ എവിടെയാ പോയത്? സിനിമയ്ക്കാണെന്നല്ലേ വിചാരിച്ചേക്കണത്? ആ സിനിമയ്ക്ക് തന്നെ. അല്ല, എവിടെയാ പോയെന്ന് പറ, എനിക്കറിയണം. നമ്മളൊരുമിച്ചൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഓർക്കണുണ്ടോ ആവോ? രാധ ജയിച്ച ഗുരുവായൂരൊരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും 3 ശയനപ്രദക്ഷിണവും. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. നടവഴി അപ്പടി മണലാണ്. മുട്ടും വരെ തൊലി കുറച്ചു പോയി. കരയണത് എന്തിനാണ്? ഞാൻ വിഷമം വല്ലതും പറഞ്ഞ? നീ എന്റെ ജീവനാണ് പെണ്ണെ. കളിപ്പിക്കുകയാണ്. അത് ശരി, പെട്ടിയടക്കുകയാണല്ലേ? വെറും കൈയോടെ വിടുകാലെന്ന് ഉറപ്പാണല്ല. വിലക്കുന്നില്ലടാവട. അച്ഛന്റെ മകളെ അരൂക്ഷ ജയിച്ചതിന് കടലമ്മ തന്ന സമ്മാനമാണ്. മഞ്ഞുമറിച്ചെന്നെ നടക്കരുത് കേട്ടാ. കളിപ്പിക്കല്ലേ, കളിപ്പിക്കല്ലേ. എങ്ങാനാണ് കൊണ്ടുപോകണം? ഉമ്മല് തമ്മിൽ എന്തിനാണ് ഇഷ്ടം? ഇവിടെ വേണം, ഇങ്ങാട് വരാൻ. അവിടെ നിന്റെ മകനെ. പിന്നെ ഇനി കാശൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കണം. ഇനി ആ ചെലവ് വരാൻ പോണത് കോളേജിൽ പഠിക്കാൻ പോകേണ്ട കുട്ടിയാ. മറ്റു പിള്ളേരെ പോലെ അല്ലെങ്കിലും
ഒരുവിധം മെനക്കും വർത്തിക്കും പെടണ്ടേ? അതുപോരാ, മറ്റു പിള്ളേരെക്കാട്ടിലും മെനക്ക് വിടണം. കണ്ടാ മെനയുള്ള വീട്ടിലെ കൊച്ചാണെന്ന് തോന്നണം. അതാ പറയണത്, പിടിപ്പ് വേണം. ആ, നിന്റെ കയ്യേ ഓട്ട കയ്യാ, ഉം. എത്ര കിട്ടിയാലും നിൽക്കില്ല. പിന്നെ എടാ, കുടുംബത്തൊരു പെണ്ണുണ്ടെങ്കിലേ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. ഉം. അക്കാര്യത്തിൽ നീ എന്താ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്തത്? തീരുമാനിക്കണം. എന്ന് മൂത്ത് ധരിച്ചിട്ടോ? നിന്റെ മോളാണെങ്കിൽ ഇപ്പൊ കൊക്കും തൂവലും തിരിഞ്ഞു. ഇനി എന്താ പ്രശ്നം? എന്താ നീയൊന്നും പറയാത്തത്? ഇനി നിനക്കും വേണ്ടടാ ഒരു കൂട്ട്. വരട്ടെ, നമ്മക്ക് ആലോചിക്കാം. ഹ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 4-5 ഇതങ്ങനെയല്ല, ശരിക്കും മനസ്സിൽ തോന്നിയിട്ട് പറയണതാണ്. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് വേണ്ട, ഞാൻ പറയാം. അതെന്താ, നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ?